ചെറുവത്തൂർ ടൗണിൽ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനശാല തുടങ്ങിയതും പൂട്ടിയതും CPMന്റെ അറിവോടെയല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. ഇതാദ്യമായാണ് ഈ വിഷയത്തിൽ CPM നേതൃത്വം പരസ്യ പ്രതികരണം നടത്തുന്നത്. ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ, മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം, കാസർഗോഡ്. CPM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ചെറുവത്തൂരിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് MV ബാലകൃഷ്ണൻ മാസ്റ്റർ പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിച്ചത്. കൺസ്യൂമർ ഫെഡ് അധികൃതർ മദ്യവിൽപ്പനശാല തുടങ്ങുന്നത് CPM ജില്ലാ സെക്രട്ടറിയെ പോലും അറിയിച്ചിരുന്നില്ലെന്നും കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്നിൽ അനുവദിച്ച ഔട്ട്ലെറ്റാണ് പാലക്കുന്ന് ഔട്ട്ലെറ്റ് എന്ന പേരിൽ ചെറുവത്തൂരിൽ ആരംഭിച്ചതെന്നും ഗുരുതര ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. മദ്യശാല പൂട്ടിയതിന്റെ പേരിൽ CPMനെതിരെയുണ്ടായ അപവാദ പ്രചരണങ്ങൾ സമൂഹം തള്ളിക്കളയണമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുവത്തൂരിൽ മദ്യവിൽപ്പനശാല തുടങ്ങാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ആ പ്രദേശത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യ. എവിടെയാണ് മിസ്റ്റർ മോഡി ഈ ജനാധിപത്യം? ഇന്ത്യൻ പാർലമെന്റിലെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഈ മോദിയും കൂട്ടരും ജനാധിപത്യം നടപ്പിലാക്കുന്നുണ്ടോ? 140-ലേറെ പ്രതിപക്ഷ MPമാരെ ഒറ്റ ദിവസം കൊണ്ട് പുറത്താക്കിയത് എന്ത് ജനാധിപത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതിനെതിരായിട്ടല്ലേ പ്രിയപ്പെട്ടവരെ നാം പോരാടേണ്ടത്? ഈ പാർട്ടിയുടെ എല്ലാ ഊർജവും ചെലവഴിക്കേണ്ടത് ഈ മോഡിയുടെ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരായിട്ടല്ലേ പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കേണ്ടത്? രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും ഇതിനോടനുബന്ധിച്ചുണ്ടായ പ്രകടനത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കയ്യൂർ റോഡിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. പൊതുയോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP P കരുണാകരൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലൻ MLA, ഏരിയ സെക്രട്ടറി K സുധാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.